ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയ വേലക്കാരി വന്ന സന്തോഷത്തിലാണ് കേട്ടോ വൈജയന്തി. അതായത് ഇനിയിപ്പോൾ ആ ഒരു വേലക്കാരി വന്നുകൊണ്ട് എല്ലാവരും അലിനയെ മറക്കും എന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് അവൾ അങ്ങനെ സന്തോഷിക്കുന്നത്. പക്ഷെ അതൊക്കെ വെറുതെയാണ്. കാരണം ആരും അലിനയെ മറക്കാൻ പോകുന്നില്ല. കാരണം അത്രമാത്രം പ്രിയപ്പെട്ടവളായി മാറിയിട്ടുണ്ട് എല്ലാവർക്കും അലീന. ഒരു പക്ഷേ വൈജയന്തിയേക്കാൾ എല്ലാവർക്കും അത്രയും പ്രിയപ്പെട്ടവളാണ് അലീന. അതുകൊണ്ട് തന്നെ ആരും അവളെ മറക്കാനും പോകുന്നില്ല. വൈജയന്തി ആഗ്രഹിക്കുന്നതെല്ലാം വെറുതെ ആയി പോവുകയും ചെയ്യും. അങ്ങനെ പുതിയ വേലക്കാരി ഭക്ഷണങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് തന്നെ പാചകം ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാഡത്തിനോട് പറയുന്നുണ്ട്, അതായത് നമ്മുടെ വൈജയന്തിയോട് പറയുന്നുണ്ട്, മാഡം എല്ലാം കഴിഞ്ഞു എന്ന്. അപ്പം കൃഷ്ണയോട് പറയാണ്, വൈജയന്തി നീ അച്ഛനെയും ബബിതയെയും അതുപോലെ തന്നെ രോഹിത്തിനെയൊക്കെ വിളിച്ചു കൊണ്ടുപോവാ, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കും. അങ്ങനെ ടേബിളിലേക്ക് എല്ലാം നിരത്തി വെക്കുകയാണ് കേട്ടോ. മടിച്ചാണെങ്കിലും ഇഷ്ടക്കേടോടുകൂടെ എല്ലാവരും അവിടെ വന്നിരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോഴാണ് രോഹിത് ഒരു കാര്യം ബാലചന്ദ്രനോട് പറയുന്നത്, അച്ഛൻ്റെ ബൈക്ക് കേടായിട്ടുണ്ട്. അത് കേൾക്കുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എത്ര വർഷമായി ബൈക്ക് വാങ്ങിയിട്ട്? 3 വർഷമായി അച്ഛാ. നമുക്ക് നോക്കാം എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ സുനിത, പുതിയ വേലക്കാരി കേട്ടോ, അങ്ങനെ സുനിത എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. അപ്പം എല്ലാവരും ഫുഡൊക്കെ പ്ലേറ്റിലായിട്ട് കഴിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ സുനിത അങ്ങനെ അവർ കഴിക്കുന്നത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അല്ല സുനിത, നീ എന്താ ഇങ്ങനെ വായിന്ന് തുറന്ന് നോക്കി നിൽക്കുന്നത്? നീ ഇങ്ങോട്ട് ഇരിക്കേ, ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ സുനിതയ്ക്ക് സന്തോഷമാണ് കേട്ടോ. കാരണം വേലക്കാരിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെ പോയാലും അവിടുത്തെ വീട്ടിലുള്ള ആൾക്കാരുടെ കൂടെ ഒരിക്കലും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടില്ലല്ലോ. എപ്പോഴും അവർ കഴിച്ച് കഴിഞ്ഞിട്ട് കിച്ചണിൽ നിന്നാണല്ലോ ഫുഡ് കഴിക്കാറ്. അപ്പം ഇവിടുന്ന് ഇതിപ്പോൾ നേരെ തിരിച്ച് ഇവരെല്ലാവരും കഴിക്കുന്ന കൂട്ടത്തിൽ ഇരിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുന്നു. അപ്പോൾ ആ കിട്ടിയൊരു അവസരത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ സുനിത ഓക്കെ മാഡം എന്ന് പറഞ്ഞിട്ട് ചെയർ വലിച്ചിട്ടിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ എല്ലാവർക്കും ദേഷ്യം പിടിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ബാലചന്ദ്രനെ. കാരണം വേറെ ഒന്നല്ല, ഇതുവരെ ഇത്ര വേലക്കാരികൾ വന്നിട്ട് പോലും ഒരാൾ പോലും ടേബിളിൽ അവരുടെ കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടില്ല. വൈജയന്തി അങ്ങോട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതൊരു പ്രതികാരമാണ്. കാരണം ഇത്രയും കാലം അലീന ഇവരുടെ കൂടെയായിരുന്നല്ലോ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുള്ളൊരു പകരം വീട്ടിലായിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. അത് തന്നെയാണ് സത്യം. ബാലചന്ദ്രന് ദേഷ്യം അടക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അവളോട് ചോദിക്കുന്നുണ്ട്, അതെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അപ്പോൾ ആ സുനിത കഴിപ്പ് നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, സാർ പറഞ്ഞോളൂ. അതെ, നീ എത്ര വീടുകളിലൊക്കെ ജോലിക്ക് നിന്നിട്ടുണ്ട്? അത് കേൾക്കുമ്പോൾ സുനിത പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് വീടുകളിൽ വേലയ്ക്ക് നിന്നിട്ടുണ്ട് സാർ. അവിടെയൊക്കെ നീ ഇങ്ങനെയാണോ, അവരുടെ എല്ലാവരുടെയും കൂടിയാണോ ഫുഡ് കഴിക്കാറുള്ളത്, അല്ലെങ്കിൽ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ടാണോ? അത് കേൾക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, അല്ല സാർ, ഞാൻ എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റാണ് കഴിക്കാറുള്ളത്. പിന്നെന്താ ഇവിടെ വന്നപ്പോൾ ഒരു മാറ്റം? അത് കേട്ടപ്പോൾ വൈജയന്തിക്ക് കാര്യം എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായിട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടല്ലേ, ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ കീഴ്വഴക്കങ്ങൾ, വേലക്കാരികൾ നമ്മളെ കൂടെയല്ലേ ഫുഡ് കഴിക്കാറുള്ളത്, പിന്നെന്താ ആ കീഴ്വഴക്കാണ് ഞാൻ ഇവൾക്കും കൊടുത്തത് എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും കാര്യം നന്നായിട്ട് തന്നെ മനസ്സിലായി. കാരണം അലീനയോടുള്ള ഇവരുടെ സമീപനത്തിനെ മുതലെടുത്തിട്ടുള്ളൊരു വാശി കാണിക്കലാണ് ഇവിടെ വൈജയന്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൃഷ്ണമോളും പ്രതികരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അമ്മ ആരെ കുറിച്ച് ഈ പറയുന്നത്? അത് കേട്ടപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, മനസ്സിലായില്ലേ, അലീന അവിടെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നല്ലോ, അവളെ കുറിച്ച് തന്നെയായി പറയുന്നത്. അത് കേട്ടപ്പോൾ കൃഷ്ണമോൾ ദേഷ്യത്തോടു കൂടെ പറയുന്നുണ്ട്, അമ്മയ്ക്ക് മാത്രമായിരിക്കും അലീന ചേച്ചി ഒരു വേലക്കാരി, പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങൾക്ക് സ്വന്തമായിരുന്നു, ഒരു വീട്ടുകാരിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിപ്പിച്ചത്. അമ്മ എന്തിനാ വെറുതെ ഓരോ കാര്യം പറഞ്ഞ് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാനായിട്ട് ഓരോ കാരണങ്ങളും കൊണ്ടുവരും. മര്യാദയ്ക്ക് ഫുഡ് കഴിച്ച് പോയാൽ പോരെ എന്നിങ്ങനെ ദേഷ്യത്തോടും അതുപോലെ തന്നെ പുച്ഛത്തോടും കൂടെ കൃഷ്ണമോൾ പറയാൻ കേട്ടോ. അപ്പോൾ വൈജയന്തിക്ക് തിരിച്ചൊന്നും പറയാനും പറ്റുന്നില്ല. ബാലചന്ദ്രനാണെങ്കിൽ ഇതെല്ലാം കേട്ട് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ കഴിക്കണോ അതോ പോകണോ എന്ന് പറയുമ്പോഴേക്കും സുനിത പെട്ടെന്ന് പറയുന്നുണ്ട്, അയ്യോ സാറേ, സാറ് കഴിച്ചു, ഞാൻ എന്തായാലും പോയേക്കാം, എന്നെ ചൊല്ലി ഇനി ഇവിടെ ഒരു പ്രശ്നം വേണ്ട എന്നും പറഞ്ഞ് അവൾ ആ പ്ലേറ്റ് കൊടുത്തിട്ട് കിച്ചണിലേക്ക് നടന്നു പോവാണ് കേട്ടോ. അവൾ പോയതും വൈജയന്തിക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നുണ്ട്. കാരണം അലീനയുടെ സ്ഥാനം എന്തായിരുന്നു എന്ന് കാണിച്ചു കൊടുക്കാനാണ് ഇങ്ങനെ ഓരോ കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊക്കെ മുളയിൽ ഇവരെല്ലാവരും നുള്ളിക്കളയാണല്ലോ എന്നോർക്കുമ്പോൾ ജയിക്കാൻ പറ്റാത്തൊരു വാശി അതുപോലെ തന്നെ ദേഷ്യം വൈജയന്തിയുടെ മുഖത്ത് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ ഒരു തരം വൈരാഗ്യമായിട്ടൊക്കെ മാറുന്നുണ്ട് ബാലചന്ദ്രനോട്. അപ്പോഴേക്കും ബാക്കി എല്ലാവരും ഫുഡും കഴിച്ച് അവരുടെ റൂമിലേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്ന സ്റ്റാൻലിയാണ് കേട്ടോ. സ്റ്റാൻലി ആണെങ്കിൽ വിഷമത്തിൽ വീണ്ടും ഇരിക്കുകയാണ് കേട്ടോ. കാരണം അലീന തനിക്കൊരു വിലയും തരുന്നില്ല, അവൾ ഞാൻ എന്ത് പറഞ്ഞാലും അതിനെ തർക്കത്തിലായിട്ട് കാണുന്നു, അങ്ങനെയൊക്കെയുള്ള ചിന്തയിൽ വീണ്ടും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അവതക്കുട്ടി അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവതക്കുട്ടിയോട് പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ അവതക്കുട്ടി ഉപദേശിച്ച് കൊടുക്കുന്നുണ്ട്, നീ എന്തിനാ അതൊക്കെ ഓർത്ത് വിഷമിക്കുന്നത്, അവൾ ഇത്രയും കാലം അവിടെയല്ലേ വളർന്നത്, അപ്പോൾ അവൾക്കതൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നാണക്കേടായിട്ട് തോന്നുന്നുണ്ടാവില്ല, അതായിരിക്കും അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് അവൾ ഇങ്ങോട്ട് വരുമ്പോൾ അവൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ട് സങ്കടവും ടെൻഷനൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ നീ അല്ലേ സപ്പോർട്ട് ചെയ്യേണ്ടേ, ഒരിക്കലും എന്തായാലും അവൾ നിന്നെ സ്നേഹിക്കും, നിങ്ങൾ രണ്ടുപേരും നല്ല രീതിക്ക് ജീവിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ സ്റ്റാൻലിക്ക് സന്തോഷമാവുന്നുണ്ട്. മനസ്സിൽ ആ ഒരു സങ്കടമൊക്കെ ഇങ്ങനെ മാറുന്നുണ്ട്. എന്നിട്ട് അവതക്കുട്ടി വീണ്ടും പറയുന്നുണ്ട്, നമ്മളെ ഭാഗത്താണ് തെറ്റെങ്കിൽ നമ്മളത് മനസ്സിലാക്കി പെരുമാറണം, അല്ലാതെ വാശി പിടിച്ചിരിക്കുകയല്ല വേണ്ടത് എന്നിങ്ങനെ പറയുമ്പോൾ സ്റ്റാൻലി ഇങ്ങനെ ഒരുപാട് ആലോചിക്കുകയാണ് കേട്ടോ. അലീനയെ പറ്റിയൊക്കെ ഓരോന്നിങ്ങനെ ആലോചിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുന്നുണ്ട് അവൾ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് ഞാനിവിടെ നിൽക്കുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പാലയിലേക്ക് പോയിക്കോളാം, എനിക്ക് വണ്ടിക്കാശ് പോലും തരണ്ട എന്നവൾ പറഞ്ഞത് ഇങ്ങനെ ഓർക്കുമ്പോൾ പെട്ടെന്ന് അലീനയെ കാണാൻ തോന്നുകയാണ്
കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അവിടെ എണീറ്റിട്ട് അലീനയുടെ റൂമിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ അവൾ പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പെട്ടെന്ന് വാതിൽ തുറന്ന് സ്റ്റാൻലിയെ കാണുമ്പോൾ അവൾ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. പക്ഷെ കുഴപ്പമില്ല, ഇപ്പം അതൊക്കെ ശീലമായല്ലോ. അപ്പോൾ അവൾ അങ്ങനെ നോക്കുമ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നതാ, അതല്ല നിനക്ക് എന്തായിരുന്നു ഇവിടെ പണി? അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ പാട്ട് കേൾക്കായിരുന്നു, പിന്നെ ബുക്കും വായിക്കും എന്നിങ്ങനെ അവൾ പറയാണ് കേട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയണം കേട്ടല്ലോ, മടിക്കരുത് പിന്നെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റോപ്പായിട്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ വീണ്ടും പറയുകയാണ്, ഞാൻ എന്തായാലും ഓർഫണേജിന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, എനിക്കതിനെപ്പറ്റിയൊന്നും കൂടുതൽ അറിയാത്തതുകൊണ്ടാണ്, പക്ഷേ ഇനി മുതൽ എന്തായാലും ഞാൻ അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യും, ഞാൻ പൈസ കൊണ്ടൊക്കെ സഹായിക്കും. പിന്നെ നീ ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞല്ലോ, എനിക്ക് നിന്നെ ഇവിടുന്ന് വിടാനൊരു താല്പര്യമില്ല, നീ എൻ്റെ മകളായിട്ട് എന്നും ഇവിടെ ജീവിക്കും. അത് കേൾക്കുമ്പോൾ അവൾക്ക് നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ സ്റ്റാൻലി അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അവൾ ഒരു പുഞ്ചിരിയോട് കൂടെ സ്റ്റാൻലി പോകുന്നത് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. സ്റ്റാൻലി ആണെങ്കിൽ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോഴൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത്, അവളെ മകളായിട്ട് കാണുന്നുണ്ടെങ്കിൽ പോലും അവളോട് അടുക്കാനോ അല്ലെങ്കിൽ കൂടുതൽ സ്നേഹിക്കാനോ ഒന്നും തനിക്ക് പറ്റുന്നില്ലല്ലോ, പക്ഷെ ഉള്ളിൽ കടലോളം സ്നേഹമുണ്ട്. അങ്ങനെയാണ് സ്റ്റാൻലി ഇങ്ങനെ വിചാരിക്കുന്നത് കേട്ടോ. എന്തായാലും ഈ പപ്പയും മകളുള്ളൊരു സ്നേഹബന്ധം ഇനി കുറച്ച് എപ്പിസോഡുകളും കൂടെ കഴിയുമ്പോഴേക്കും നന്നായിട്ട് ദൃഢമാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇനി അവരുടെ ഒരു സ്നേഹബന്ധമൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഈ ഒരു സീരിയലിൽ കാണാം. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബബിതയും രോഹിത്തും കൃഷ്ണമോളൊക്കെ അടുക്കളയിൽ ഭയങ്കര പണിയിലാണ് കേട്ടോ. രോഹിത്ത് പാത്രം കഴുകുന്നു, കൃഷ്ണമോൾ വെള്ളം ചൂടാക്കുന്നു, ബബിത ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്നു, അങ്ങനെ ഓരോ പണിയിലാണ്. അപ്പോൾ ഈ ഒരു അടുക്കളയിൽ തട്ടുമുട്ടും കൊട്ടും കേട്ടിട്ടാണ് കേട്ടോ വൈജയന്തി ഒരു ദേഷ്യത്തോട് കൂടെ അടുക്കളയിലേക്ക് വരുന്നത്. അപ്പോഴാണ് ഇവരെ ഈ കാണുന്നത്. അപ്പം വൈജയന്തി ഒന്ന് ഷോക്ക് ആവുന്നുണ്ട്, ഇവരെന്താ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നത്? അപ്പോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നതാ ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതല്ല സുനിത വന്നില്ലേ? അപ്പം അവർ പറയുന്നുണ്ട്, ഇല്ല അമ്മേ, സുനിത വന്നിട്ടില്ല. അല്ല രോഹിത്, നീ എന്താ ഇവിടെ ചെയ്യുന്നത്? നിനക്കത് നാളെ ഇല്ലടാ അടുക്കള കയറിയിട്ട് പെണ്ണുങ്ങളെ പോലെ പണിയെടുക്കാൻ. അത് കേൾക്കുമ്പോൾ രോഹിത്തിന് ദേഷ്യം വന്നിട്ട് രോഹിത് പറയുന്നുണ്ട്, അമ്മ എന്തൊക്കെയാ ഈ പറയുന്നത്? എൻ്റെ വീട്ടിൽ എൻ്റെ അടുക്കളയിൽ എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ ഞാൻ ഇതിനെ കാണിക്കണം, അതിനെന്താ ഇത്ര പ്രശ്നം അമ്മയ്ക്ക്? ഭവിതയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭവിതയും പറയുന്നുണ്ട്, അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇഷ്ടത്തിന് ഫുഡ് ഉണ്ടാക്കാൻ ഞങ്ങൾ എന്തിനാ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത്? അതുപോലെ തന്നെ ഞങ്ങൾ എന്തിനാ നാണിക്കുന്നത്? പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങളെ കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ എന്തിനാ ചേച്ചിയെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം എന്നൊക്കെ ഭവിതയും തട്ടിക്കേറി പറയുന്നുണ്ട്. ഇതൊന്നും വൈജയന്തി പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ ഇവരിങ്ങനെയൊക്കെ പറയുന്നത്. വൈജയന്തിക്കാണെങ്കിൽ അടിമുട്ടി ഇങ്ങോട്ട് തരിച്ച് കയറാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് വൈജയന്തി കൈ ചൂണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്, ഇപ്പം നിങ്ങളൊക്കെ എൻ്റെ ചിലവിലൂടെ കഴിയുന്നത്, അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം. ഇനി ഏതെങ്കിലും കാലത്ത് നിങ്ങളെ ചിലവിൽ ഞാൻ കഴിയുകയാണെങ്കിൽ അപ്പം ഞാൻ അനുസരിച്ചോളാം, നിങ്ങൾ പറയുന്ന കാര്യം കേട്ടല്ലോ എന്നിങ്ങനെ ഈർഷ്യയോട് കൂടെ പറയാണ്. ബബിത ഓൺ ദ സ്പോട്ട് തന്നെ പറയുന്നുണ്ട്, അതൊന്നും പറ്റത്തില്ല അമ്മ, അമ്മയുടെ സൗകര്യത്തിന് അമ്മ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ കൃഷ്ണമോളും പറയുന്നുണ്ട്, അതിന് മാത്രം ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ, ഞങ്ങൾക്ക് വേണ്ട ഫുഡ് ഞങ്ങൾ ഉണ്ടാക്കി, അതിനിപ്പോൾ എന്താ പ്രശ്നം? അത് കേട്ടപ്പോൾ വൈജയന്തി ഒന്ന് ശാന്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഫുഡ് ഉണ്ടാക്കുന്നത്? അതിനല്ലേ സുനിത ഇവിടെ ഏർപ്പാടാക്കിയേ, സുനിത വരുമല്ലോ, അത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്തുകൂടെ? സുനിത ഉണ്ടാക്കും, പിന്നെ നിങ്ങളെന്തിനാ കിച്ചണിൽ വന്ന് കഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ബബിത വീണ്ടും പറയുന്നുണ്ട് കേട്ടോ, അമ്മയുടെ സൗകര്യത്തിന് ഞങ്ങൾ എന്തായാലും നിൽക്കില്ല, അമ്മയ്ക്കിനി ഇപ്പോൾ ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അമ്മ എങ്ങോട്ടെങ്കിലും പോയിക്ക് മുന്നേ എങ്ങനെ പോയതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അമ്മ ഭരിക്കാൻ വരണ്ട, ഞങ്ങൾ അതിന് നിന്ന് തരൂല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ എന്ത് ചെയ്താലും കുറ്റം, അമ്മയ്ക്ക് എപ്പോഴും ഞങ്ങളെ കുറ്റപ്പെടുത്താനല്ല നേരമുള്ളൂ, അല്ലെങ്കിൽ വഴക്ക് കൂടാൻ, അല്ലെങ്കിൽ വാശി പിടിക്കാൻ, ഇതിനൊക്കെയല്ല അമ്മയ്ക്ക് കഴിവുള്ളൂ, ഞങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്താലും അമ്മ അത് കാണില്ല, അതിനൊന്നും പ്രശംസയ്ക്ക് പോലുമില്ല, വെറുതെ വഴക്ക് കൂടിക്കൊണ്ടിരിക്കും എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവൾ അകത്തേക്ക് പോവാണ്. ബബിത പോയതും അതുപോലെ തന്നെ വൈജയന്തിയെ നോക്കി ദേഷ്യത്തോടു കൂടെ കൃഷ്ണമോളും രോഹിത്തും അകത്തേക്ക് പോവാണ് കേട്ടോ. വൈജയാണെങ്കിൽ ആകെ തകർന്ന രീതിക്ക് അങ്ങനെ നിൽക്കുകയാണ്. കാരണം ഒരു വിലയും വീട്ടിൽ നിന്ന് കിട്ടുന്നില്ല, തനിക്ക് ദേഷ്യപ്പെടാനോ ഒന്നിനും പറ്റുന്നില്ല. ഇതിനൊക്കെ അവർ തിരിച്ച് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈജയ്ക്ക് നല്ല കിട്ടുന്നുണ്ട് കേട്ടോ കൃഷ്ണമോളുടെ അടുത്തുനിന്നും ബബിതയുടെ അടുത്തുനിന്നൊക്കെ. അങ്ങനെ തൻ്റെ എല്ലാം പാളി പോവാണല്ലോ എന്നുള്ളൊരു ചിന്തയിൽ വൈജ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന കുളത്തുപുഴയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അലീനയൊക്കെ വിളിച്ച് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ സ്റ്റാലിയും അതുപോലെ തന്നെ ഔതക്കുട്ടിയും അലീനയും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുകയാണ്. ഒരുപാട് വിഭവങ്ങൾ മുന്നിൽ നിരന്നിട്ടുണ്ട്. പക്ഷെ അലീന ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഔതക്കുട്ടിയും അതുപോലെ സ്റ്റാൻലിയും ഒക്കെ സ്പൂണും ഫോക്കും വെച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. പക്ഷെ അലീനയ്ക്ക് അത് വശമില്ല, അവൾക്ക് കൈകൊണ്ട് കഴിച്ച ശീലമുള്ളൂ. അപ്പം അവൾക്ക് കഴിക്കാനൊരു മടി, കഴിക്കാൻ അറിയില്ലല്ലോ. പക്ഷേ കൈകൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ സ്റ്റാലിനി എന്തായാലും വഴക്ക് പറയുന്ന അവൾക്ക് അറിയാം. അപ്പോൾ അവൾ ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അവതക്കുട്ടി ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവതക്കുട്ടി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ നീ ഫുഡ് കഴിക്കാത്ത, എല്ലായിടത്തും കഴിക്കുക, എന്ത് വിളമ്പി തരണോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, വേണ്ട വല്യപ്പച്ച, എനിക്ക് ഈ ഫോർക്കും സ്പൂണും വെച്ചൊന്നും കഴിച്ച് വശമില്ല, അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ അറിയത്തില്ല. അത് കേൾക്കുമ്പോൾ അവതക്കുട്ടി പറയുന്നുണ്ട്, എൻ്റെ മോളെ, നീ കൈ വെച്ച് കഴിക്കാൻ നോക്കുക, അതിനിപ്പോൾ എന്താ, നമുക്ക് വയറ് നിറഞ്ഞാൽ പോരെ, എങ്ങനെ വേണമെങ്കിലും കഴിച്ചോ, അതിനൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല, നിനക്ക് എങ്ങനെയാണോ വിശപ്പ് മാറുന്നത് അതുപോലെ നീ കഴിക്കാൻ നോക്കും മോളെ എന്ന് പറയുമ്പോൾ അവൾക്ക് നല്ല ആശ്വാസമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ താങ്ക് യു വല്യപ്പച്ച എന്നും പറഞ്ഞ് കൈ കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴേക്കും സ്റ്റാൻലി ദേഷ്യപ്പെടുകയാണ് കേട്ടോ. എന്നിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, എന്തായാലും നീ കാണിക്കുന്നത്, ഇവിടെ കഴിക്കുന്നതിനൊക്കെ ഒരു റൂൾസ് ഉണ്ട്, അതുപോലെ കഴിക്കണം, ആ സ്പൂൺ വെച്ച് കഴിക്കുക, വെറുതെ എന്നെ നാണം കെടുത്തല്ലേ എന്ന് പറയുമ്പോൾ അവൾ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അത് കേട്ടപ്പോൾ അവതക്കുട്ടി സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത്, അവൾക്ക് എങ്ങനെയാണോ കഴിക്കാൻ അറിയുന്നത് അതുപോലെ അവൾ കഴിക്കട്ടെ, വെറുതെ എന്തിനാ ഇതൊക്കെ വെച്ച് കഴിക്കുന്നത്, എന്തായാലും വിശപ്പ് മാറിയാൽ പോരെ, നീ വെറുതെ അവളങ്ങനെ പേടിപ്പിച്ച് സങ്കടപ്പെടുത്താതെ. ഇതെല്ലാം കേട്ട് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അലീന. ആഹാരം മുന്നിൽ കൊണ്ട് വെച്ചിട്ട് വിശപ്പുണ്ടായിട്ട് പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ, എന്ത് ചെയ്യും ഭഗവാനെ എന്നോർത്ത് അവൾ സങ്കടപ്പെട്ടിരിക്കുകയാണ്.
എന്തായാലും അലീന ഒരുപാട് മാറാനുണ്ട് അല്ലേ? അലീനയെ എന്തായാലും സ്റ്റാൻലി മാറ്റിയെടുക്കും, അല്ലെങ്കിൽ പിന്നെ സ്റ്റാൻലിയെ അലീന മാറ്റിയെടുക്കും. എന്തായാലും നമുക്ക് നോക്കാം, ഒരു മാറ്റം എന്തായാലും ഇവിടെ അനിവാര്യമാണല്ലോ. അങ്ങനെ പപ്പയും മോളും തമ്മിലുള്ള യുദ്ധമൊക്കെ അവസാനിച്ച് അവർ നല്ല സ്നേഹത്തോടെ കഴിയുന്നത് കാണാൻ നമുക്ക് പ്രേക്ഷകർക്ക് വെയിറ്റ് ചെയ്യാം. അതോടുകൂടി അലീനയ്ക്ക് നല്ല കാലമായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിലും എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ബൈ, താങ്ക്